കടുപ്പത്തിലുള്ള ചായയുടെ കൂടെ ചൂടുള്ള പുട്ടും കടലക്കറിയും കൂടി കിട്ടിയാൽ മലയാളിയുടെ പ്രഭാത ഭക്ഷണം കുശാൽ. ഇവയുടെ വില വെറും 15 രൂപയാണെങ്കിലോ ഞെട്ടണ്ട. തോട്ടട കിഴുന്നപ്പാറയിലെ KP ലക്ഷ്മണേട്ടന്റെ ചായക്കടയിൽ വർഷങ്ങളായി 5 രൂപ വീതമാണ് ചായയുടെയും പലഹാരങ്ങളുടെയും വില. 1986 തുടങ്ങിയ ഈ ചായക്കടയിൽ 1 രൂപയ്ക്കായിരുന്നു ആദ്യം ചായ നൽകിയത്. പിന്നീട് 5 രൂപയായി വർദ്ധിപ്പിച്ചു. അതിനുശേഷം ഇതുവരെ വില കൂട്ടിയിട്ടില്ല. വിലക്കയറ്റം ഇത്ര രൂക്ഷമായ സാഹചര്യത്തിലും ഇത്തരത്തിൽ കട നടത്തുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിനും ലക്ഷ്മണേട്ടന്റെ പക്കൽ മറുപടിയുണ്ട്. വീട്ടില് ഉള്ള പരിപാടി ഒന്നായിട്ട് അങ്ങനെ പോകുന്നതാ. മറ്റേ ഒരു കച്ചവടം എന്നുള്ള നിലക്കൊന്നും പോകുന്നില്ല. കാണുന്ന വീട്ടിലെല്ലാം പറയും നിങ്ങൾ പൂട്ടിക്കളയറ് നിങ്ങൾ ആരോഗ്യത്തിന് മോശമാണ്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പുട്ടും കടലക്കറിക്കും പുറമെ കിഴങ്ങ്, പഴംപൊരിയും ഇവിടെയുണ്ട്. കാലത്ത് 6 മണിയോടെ ആളുകൾ ഇവിടെ എത്തും. പലരും വർഷങ്ങളായി ലക്ഷ്മണേട്ടന്റെ ചായ ശീലമാക്കിയവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ലക്ഷ്മണേട്ടൻ. എന്നാൽ കടയിൽ നടക്കുന്ന ചർച്ചകളിൽ രാഷ്ട്രീയമില്ല. ചർച്ചയിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറെ രാവിലെയൊക്കെ തന്നെ 5-5 കുറെ ആളുണ്ടാവുക. എല്ലാവരും ഇങ്ങനെ ബസ്സിന് പോകേണ്ട ആളുണ്ടാവും. രാഷ്ട്രീയം പറയില്ല. ബാക്കി എല്ലാം വീട്ടിൽ നിന്നുണ്ടാവും. സ്ഥിരം രാവിലെ ഒരു 5 മണിക്ക് വരും. എനിക്ക് ചായയും കുടിച്ചാൽ വീട്ടിൽ ചായ കുടിക്കില്ല. നമ്മൾ ഇവിടെ വന്നല്ലേ രാവിലെ ചായ കുടിക്കുക. ഒരു പ്ലേറ്റിൽ തന്നു കഴിഞ്ഞാൽ കുടൽ അത്ര ടേസ്റ്റാണ്. കുടൽ പറയും 5 രൂപയ്ക്ക് കുടൽ പറയും. കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷ്മണേട്ടന്റെ വീട്. ഭാര്യ സൗമിനിയും കടയിൽ സഹായത്തിനായി എത്താറുണ്ട്. പുറത്തുള്ള കടകളിൽ 30 രൂപ കൊടുത്താലാണ് പുട്ടും കടലക്കറിയും കിട്ടുക. ചായക്ക് വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. മുഴുവൻ പൈസയും കൊടുത്താൽ തന്നെ രുചിയുള്ള ഭക്ഷണം കിട്ടുമോ എന്നും ഉറപ്പില്ല. അതേസമയം ഇവിടെ വെറും 15 രൂപ കൊണ്ടാണ് ലക്ഷ്മണേട്ടൻ നാട്ടുകാരുടെ വയറും മനസ്സും നിറയ്ക്കുന്നത്. എന്തായാലും ലക്ഷ്മണേട്ടന്റെ ചായ കലക്കി. ഹോട്ടലുകളിലെ 5 സ്റ്റാർ ഫുഡിനേക്കാൾ സ്നേഹം ചാലിച്ച ഈ ചായക്കും കടിയുടെയും രുചിയൊന്ന് വേറെ തന്നെയാണ് അല്ലേ ചേട്ടാ? തൊടടിയിൽ നിന്നും ക്യാമറമാൻ രജിത് പാപ്രിശ്ശേരിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം ഹൃദയ ഹരിദാസ്, കണ്ണൂർ വിഷൻ.